തെറ്റിദ്ധാരണകൾ മാറാനും ശരിയായ അറിവ് സമൂഹത്തിലേക്ക് എത്തിക്കുവാനായിട്ട് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ശാലോം ഹോസ്പിറ്റലിൻ്റെ മാനസിക ആരോഗ്യ വിദഗ്ധയായ ഡോക്ടർ ജസ്നയാണ്. ഡോക്ടർ, ഈ ലളിതമായിട്ട് പറഞ്ഞാൽ എന്താണ് ഈ സ്കിസോഫ്രീനിയ എന്നത്? നമ്മുടെ സൈക്യാട്രിക് അസുഖങ്ങളിൽ വെച്ച് ഏറ്റവും ഗൗരവമേറിയൊരു അസുഖമാണ് സ്കിസോഫ്രീനിയ അഥവാ ചിത്തഭ്രമം എന്ന് പറയുന്നത്. ഇത് പ്രധാനമായും ഒരു തോട്ട് ഡിസോർഡറാണ്. അതായത് നമുക്കറിയാം, നമ്മുടെ ചിന്തേനൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? നമ്മുടെ തലച്ചോറാണ്. തലച്ചോറിൽ കുറേ രാസവസ്തുക്കളുണ്ട്, കുറേ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അഥവാ രാസവസ്തുക്കൾ, കുറേ കോശങ്ങൾ, കുറേ സർക്യൂട്ട്സ് ഉണ്ട്. പ്രധാനമായും ഡോപ്പമിൻ എന്നൊരു രാസവസ്തുവിൻ്റെ അളവിൽ വ്യത്യാസം വരുമ്പോഴാണ് നമുക്ക് സ്കിസോഫ്രീനിയ വരുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഒരു പേഷ്യൻ്റ് അല്ലെങ്കിൽ ഒരു വ്യക്തി അവരുടേതായിട്ടൊരു ലോകം സൃഷ്ടിച്ച് അതിലേക്ക് ഒതുങ്ങിക്കൂടാൻ ശ്രമിക്കുകയാണ്. അപ്പം അവർക്ക് റിയലും അൺറിയലും തമ്മിലുള്ള ഡിഫറൻഷിയേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അവർക്ക് അവർ ചിന്തിക്കുന്ന ഇല്ലാത്ത കാര്യങ്ങൾ കേൾക്കുന്നു, സംഭവിക്കാത്ത കാര്യങ്ങൾ നടക്കുന്നതായിട്ട് വിശ്വസിക്കുന്നു, അങ്ങനെ ഓരോ ബുദ്ധിമുട്ട് അവർക്കുണ്ടാവുന്നു. ഇതിന് മെയിനായിട്ട് നടക്കുന്നത് റിയാലിറ്റി ഡിസ്റ്റോർഷനാണ്. അതായത് അവരുടെ ചിന്തകളും ഭാവനാ ലോകവും തമ്മിലുള്ള ബൗണ്ടറി നഷ്ടപ്പെടുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവരുടേതായിട്ട് ഒരു ഭാവനാ ലോകത്തിലേക്ക് ഒതുങ്ങിക്കൂടുന്നു. ഇതാണ് സ്കിസോഫ്രീനിയ എന്നുള്ളത് അല്ലേ? അപ്പം ഡോക്ടർ, ഈ രോഗത്തിന്റെ സാധാരണ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കാം? ഈ രോഗലക്ഷണങ്ങൾ നമുക്ക് 5 ആയിട്ട് തിരിക്കാം. ഡെലൂഷൻസ്, ഹാലൂസിനേഷൻ, ഡിസോർഗനൈസ്ഡ് തിങ്കിങ്, ഡിസോർഗനൈസ്ഡ് ബിഹേവിയർ, പിന്നെ നെഗറ്റീവ് സിംറ്റംസ്. അതിൽ ഡെലൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫോൾസ് ഫിക്സ്ഡ് ബിലീഫാണ്. അതായത് നമ്മൾ എത്ര തെളിവ് സമർപ്പിച്ചാലും പേഷ്യൻ്റ് പറയുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കും. അതായത് എത്ര തെറ്റാണെങ്കിലും അവരുടെ വിശ്വാസത്തിൽ അവർ ഉറച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഡെലൂഷൻസ് എന്ന് പറയുന്നത്. അപ്പം അത് പ്രധാനമായിട്ടും കുറേ തരത്തിലുണ്ട്. അതിൽ ഒന്നാമതാണ് പെർസിക്യൂട്ടഡ് ഡെലൂഷൻ. പെർസിക്യൂട്ടഡ് ഡെലൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരോ അവരെ ഉപദ്രവിക്കാൻ വരുന്നു, ആരോ ഫോൺ ഹാക്ക് ചെയ്യുന്നു, പിന്നെ അല്ലെങ്കിൽ ക്യാമറ വെച്ച് നിരീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ലൈറ്റും ബൾബൊക്കെ ക്യാമറയാണ്, അതുവഴി ആൾക്കാർ ആളുടെ കാര്യങ്ങൾ ചോർത്തുന്നുണ്ട്, ഒരു ചിപ്പ് വെച്ചിട്ട് ആളുടെ കാര്യങ്ങൾ ചോർത്തുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യമാണ് പെർസിക്യൂട്ടഡ് ഡെലൂഷൻ. പിന്നെ ഉള്ളത് റെഫറൻഷ്യൽ ഡെലൂഷൻ. റെഫറൻഷ്യൽ ഡെലൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യൻ്റ് നടന്നു പോകുന്ന വഴിക്ക് 2-3 പേര് സംസാരിക്കുമ്പം ആളെ പറ്റി പറയുന്നതാണ് പേഷ്യൻ്റ്, അല്ലെങ്കിൽ അവരെ സ്റ്റെയർ ചെയ്യുന്നതായിട്ട് തോന്നുന്നു, അങ്ങനെ ഒരു കാര്യം. പിന്നെ ഉള്ളത് ഗ്രാൻഡ്യൂസ് ഡെലൂഷനാണ്. ഗ്രാൻഡ്യൂസ് ഡെലൂഷൻ എന്ന് വെച്ചാൽ ആൾക്ക് ഭയങ്കര അധികാര പവറുണ്ട്, അങ്ങനെ ഒരു അവസ്ഥയാണ് ഗ്രാൻഡ്യൂസ് ഡെലൂഷൻ. അല്ലെങ്കിൽ നല്ല വലിയ വലിയ പൊളിറ്റീഷ്യൻസ് ആയിട്ട് ആൾക്ക് ബന്ധമുണ്ട്, അങ്ങനെയുള്ള ഒരു കാര്യം. പിന്നെ ഡെലൂഷൻ ഓഫ് ലവ്. ഡെലൂഷൻ ഓഫ് ലവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളെക്കാളും വലിയ ഹയർ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഉള്ള ആൾക്ക് പേഷ്യൻറ്റിനെ ഇഷ്ടമാണെന്നുള്ളൊരു ചിന്തയാണ്. അതാണ് ഡെലൂഷൻ ഓഫ് ലവ്. പിന്നെ ഉള്ളത് ഹൈപ്പോകോൺട്രാക്റ്റഡ് ഡെലൂഷൻ. അതായത് ആളുടെ ഉള്ളിലെ അവയവങ്ങളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവർക്ക് റോട്ടിംഗ് ആണ്, അവയവങ്ങളൊക്കെ നശിച്ചിരിക്കുക എന്നുള്ളൊരു അവസ്ഥ. പിന്നെ നിഹിലിസ്റ്റിക് ഡെലൂഷൻ. അത് വെച്ചാൽ പേഷ്യൻ്റ് ഒരു ജീവനില്ല എന്നുള്ളൊരവസ്ഥ, അങ്ങനെ ഒരു ചിന്തയാണ് പേഷ്യൻ്റ് ഉണ്ടാവുക. പിന്നെ നമുക്ക് അടുത്ത സിംറ്റമാണ് ഹാലൂസിനേഷൻ. ഹാലൂസിനേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ സെൻസ് ഓർഗൻസിനെ അഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പം അതിൽ പറയുകയാണെങ്കിൽ മെയിനായിട്ടുള്ളത് ഓഡിറ്ററി ഹാലൂസിനേഷനാണ്. അതായത് നമ്മുടെ ചെവിയിൽ ശബ്ദം കേൾക്കുന്നൊരവസ്ഥ. അത് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ എന്നൊക്കെ ഉണ്ട്. അതിൽ ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആളുടെ ചിന്തകൾ മുഴങ്ങി കേൾക്കുന്നു. സെക്കൻഡ് പേഴ്സൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരോ ഇയാളോട് കമാൻഡ് ചെയ്യുന്നു. അതായത് പിന്നെ അത് പോയി ചെയ്യ്, ഇത് പോയി ചെയ്യ്, അങ്ങനെ ചെയ്തില്ലെങ്കിൽ പിന്നെ ഇയാൾക്ക് വേറെ ആപത്ത് വരും, അങ്ങനെയൊക്കെ പറയുന്ന ഒരു കമാൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ് സെക്കൻഡ് പേഴ്സൺ. അതാണ് മോസ്റ്റ് ഡേഞ്ചറസ് ഉള്ളത് സ്കിസോഫ്രീനിയയിൽ. സൂയിസൈഡ് റിസ്ക് കൂടുതലുള്ള അതാണ്. പിന്നെയുള്ളത് തേർഡ് പേഴ്സൺ, അതാണ് കമൻറ്റിങ്. തേർഡ് പേഴ്സൺ ഹാലൂസിനേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2-3 ആൾക്കാർ അയാളെ പറ്റി കമൻറ്റ് ചെയ്യുന്നുള്ള കാര്യമാണ്, അതാണ് തേർഡ് പേഴ്സൺ. പിന്നെയുള്ളത് നമുക്ക് ഓൾഫാക്ടറി ഹാലൂസിനേഷൻ ഉണ്ട്. അതായത് ആർക്കും കിട്ടാത്തൊരു മണം ആൾക്ക് സ്മെല്ല് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം. അത് നമ്മൾ വല്ല ഓർഗാനിക് കോസ് ഒക്കെ ഉണ്ടോ, മെഡിക്കൽ കോസ് ഉണ്ടോ എന്ന് റൂൾ ഔട്ട് ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ സ്കിസോഫ്രീനിയായിട്ട് കൺസിഡർ ചെയ്യുന്നത്, സ്കിസോഫ്രീനിയ സിംറ്റമായി കൺസിഡർ ചെയ്യുന്നത്. പിന്നെയുള്ളത് ഗസ്റ്റേറ്ററി ഹാലൂസിനേഷൻ. നമുക്ക് ആൾക്കും കിട്ടാത്ത ഒരു ടേസ്റ്റ്, ഒരു പ്രത്യേക ടേസ്റ്റ്, നമ്മുടെ വായിൽ വേറെ സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ആ ടേസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. പിന്നെ വിഷ്വൽ ഹാലൂസിനേഷൻ, ഇല്ലാത്ത കാര്യങ്ങൾ കാണുക. പിന്നെയുള്ളത് ടാക്ടൈൽ ഹാലൂസിനേഷൻ. അതായത് നമ്മുടെ മേത്ത് കൂടെ എന്തെങ്കിലുമൊക്കെ ഇഴഞ്ഞു പോകുന്നുണ്ടെന്നുള്ള ചിന്ത. അപ്പോൾ അതിനെ പിടിച്ചുകൊണ്ട് അവർ വരും. അതിങ്ങനെ എന്തൊക്കെയോ ഒരു മാച്ച് ബോക്സിൽ ഈ സാധനങ്ങളെല്ലാം പറക്കിയിട്ടിട്ട് അവർ വരും, ഇതിനെ എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഡോക്ടർ, അപ്പോൾ ഈ രോഗികൾക്ക് ശബ്ദങ്ങൾ കേൾക്കുക അല്ലെങ്കിൽ ആരൊക്കെ പിന്തുടരുന്നു എന്നുള്ള തോന്നലൊക്കെ യാഥാർത്ഥ്യത്തിൽ അവരെങ്ങനെയായിരിക്കും അത് ഫീൽ ചെയ്യുന്നില്ല, അതിനോട് എങ്ങനെയായിരിക്കും അവർ പ്രതിരോധിക്കുന്നത്? ഇപ്പം പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ബസ് യാത്ര ചെയ്യുകയാണ്. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് നമ്മുടെ ഒരു നെയ്ബർ നമ്മുടെ ബസ്സിൽ കയറി. എന്നിട്ട് നമ്മുടെ കൂടെ ഇരുന്നിട്ട് അവർ കുറേ നേരം സംസാരിച്ചു. 1 മണിക്കൂറോളം സംസാരിച്ചാണ് യാത്ര കംപ്ലീറ്റ് ചെയ്തത്. തിരിച്ച് നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് നമ്മൾ പറയുകയാണ്, നമ്മളിങ്ങനെ ഒരു നെയ്ബറിനെ കണ്ടു എന്ന് പറയുക. അപ്പോൾ അവർ പറയും, ഈ നെയ്ബർ ഒരു 2 മാസം മുമ്പ് മരിച്ചു പോയല്ലോ, നിനക്കത് അറിയില്ലേ എന്ന് ചോദിക്കും. അപ്പോഴാണെങ്കിൽ പെട്ടെന്ന് ഇവർക്കൊരു യാഥാർത്ഥ്യബോധം ഉണ്ടാവും, ഇങ്ങനെയാണല്ലോ. പക്ഷേ എന്നാലും അവർക്ക് ഡൗട്ടാവും, കാരണം ഇവർ ഇത്ര നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നിട്ട് അതിപ്പോൾ ഇവർക്കൊരു സംശയമായി. ഇപ്പോൾ ഈ തോട്ട് ഇങ്ങനെ മനസ്സിൽ കിടക്കും.
ഇതേപോലെ ഒരു വേറെ ഇൻസിഡൻറ്റ് വരുമ്പം മറ്റുള്ളവരെല്ലാം പറയും നിനക്കറിയില്ല ഇതിങ്ങനെ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അവരെ ഒറ്റപ്പെടുത്തും. അപ്പോൾ ഇവർക്ക് മനസ്സിലാവും ഇവർക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്നുള്ള കാര്യം. അങ്ങനെയാണ് ഈ ഓരോ സിംറ്റംസ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. പിന്നെ മൂന്നാമത്തെ സിംറ്റമാണ് ഡിസോർഗനൈസ് തിങ്കിങ്. ഡിസോർഗനൈസ് തിങ്കിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു കാര്യം ചോദിച്ചു, അപ്പോൾ പേഷ്യൻറ്റ് വേറെ എന്തെങ്കിലും ഉത്തരമായിരിക്കും പറയുക. അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിൽ നിന്ന് തുടങ്ങി വേറൊരു ടോപ്പിക്കിലേക്ക് പേഷ്യൻ്റ് അങ്ങ് പോകും. അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിൽ തുടങ്ങി വേറെ കുറേ ടോപ്പിക്കുകളിലേക്ക് പോയിട്ട് പിന്നെ അവസാനം നമ്മുടെ ടോപ്പിക്കിലേക്ക് തിരിച്ചെത്തും. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവും. അവസാനം ഈ ചോദ്യം ചോദിച്ച ആൾക്കാർക്ക് എന്താ ചോദ്യം ചോദിച്ചതെന്ന് പോലും അറിയാത്തൊരവസ്ഥയാവും. അതാണ് ഡിസോർഗനൈസ് തിങ്കിങ് ഉണ്ടാകുമ്പോൾ പേഷ്യൻസ് നമുക്ക് പ്രസൻറ്റ് ചെയ്യുന്നത് അങ്ങനെ ആയിരിക്കും. പിന്നെയുള്ള ഡിസോർഗനൈസ്ഡ് ബിഹേവിയർ, അതായത് അവർ ഭയങ്കര അലങ്കോലപ്പെട്ട റൂമെല്ലാം ഭയങ്കര അലങ്കോലപ്പെട്ട് വെച്ചേക്കുക, അല്ലെങ്കിൽ പിന്നെ വെറുതെ ഇരുന്ന് ചിരിക്കുക, അല്ലെങ്കിൽ അട്ടഹസിച്ച് ചിരിക്കുക, അല്ലെങ്കിൽ ഒന്നും മിണ്ടാതെ കാറ്ററ്റോണിയ എന്നൊക്കെ പറയും, ഒന്നും മിണ്ടാതെ അനങ്ങാതെ ഇങ്ങനെ ഒരു മൂവ്മെൻ്റ് ഒക്കെ ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആയിട്ട് നിൽക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിൽ ഡിസോർഗനൈസ് ബിഹേവിയർ കാണാറുണ്ട്. പിന്നെയുള്ളത് നെഗറ്റീവ് സിംറ്റംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യൻ്റ് കുളിക്കില്ല, നനയ്ക്കില്ല, ഫുഡ് കഴിക്കില്ല, ഒരു ശ്രദ്ധയില്ല, പിന്നെ ആളുടെ ഇൻട്രാക്ഷൻ കുറവാണ്, സോഷ്യൽ ഇൻട്രാക്ഷൻ കുറവാണ്, ആളുടെ ജീവിതത്തിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടുന്നു, സമൂഹമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നില്ല. അതായത് പണ്ട് നന്നായി സംസാരിച്ചും പെരുമാറിക്കൊണ്ടിരുന്ന ആൾ നന്നായിട്ട് ഉൾവലിയുന്ന ഒരു അവസ്ഥയാണ് നെഗറ്റീവ് സിംറ്റംസ് കാണുന്നത്. ഏത് പ്രായത്തിലാണ് ഇത് സാധാരണയായിട്ട് തുടങ്ങുന്നത്? ഇതിന് എന്തെങ്കിലും പ്രത്യേകമായിരിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം ജനതികമാണോ അല്ലെങ്കിൽ ഡ്രഗ്സിൻ്റെ ഇൻഫ്ലുവൻസ് അതിനകത്തുണ്ടോ? അതൊക്കെ എങ്ങനെയായിരിക്കും ഇത് വരാൻ സാധ്യതകൾ കൂടുതലും? പുരുഷന്മാർക്ക് പ്രധാനമായിട്ടും 15 മുതൽ 25 വയസ്സ് വരെയും, സ്ത്രീകൾക്ക് 25 മുതൽ 35 വയസ്സ് വരെയാണ് കോമൺ ആയിട്ട് നമ്മൾ ഈ സ്കിസോഫ്രീനിയ സിംറ്റംസ് കണ്ടുവരുന്നത്. അതിൽ തന്നെ 18 വയസ്സിന് മുമ്പ് വരുവാണെങ്കിൽ ഏർലി ഓൺസെറ്റ് സ്കിസോഫ്രീനിയാണെന്നും 13 വയസ്സിന് മുമ്പ് വരുവാണെങ്കിൽ ചൈൽഡ്ഹുഡ് ഓൺസെറ്റ് സ്കിസോഫ്രീനിയാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഇതിൻ്റെ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് പറയുകയാണെങ്കിൽ ഒരു ബയോ സൈക്കോ സോഷ്യൽ ആൻഡ് ജനറ്റിക് മോഡൽ എന്ന് പറയാം. അതായത് നമുക്ക് പാരൻസ് അല്ലെങ്കിൽ ഫാമിലിയിൽ ആർക്കെങ്കിലും സൈക്കാട്രിക് സ്കിസോഫ്രീനിയ ഉണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്കോ അല്ലെങ്കിൽ സിബ്ലിങ്സിനൊക്കെ സ്കിസോഫ്രീനിയ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ കുറേ സ്ട്രെസ്സ്, അതായത് ജോലി സംബന്ധമായ സ്ട്രെസ്സുകൾ, അല്ലെങ്കിൽ ഡ്രഗ്സ് തന്നെ ഒരു സ്ട്രെസ്ഫുൾ ഫാക്ടറാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി പ്രീഡിസ്പോസ്ഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ നമുക്ക് സ്കിസോഫ്രീനിയ സിംറ്റംസ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം സിന്തറ്റിക് ഡ്രഗ്സായി MDMA, LSD, പിന്നെ ക്രിസ്റ്റൽ മെത്ത്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഈ ഉപയോഗിക്കുമ്പോൾ ഓൾറെഡി നമ്മൾ പ്രീഡിസ്പോസ്ഡ് ആണെങ്കിൽ ഈ സ്കിസോഫ്രീനിയ സിംറ്റംസ് വേഗം തന്നെ വരാൻ ചാൻസ് ഉണ്ട്. പറഞ്ഞല്ലോ, നമ്മുടെ തലച്ചോറിൽ കുറേ രാസവസ്തുക്കളുണ്ട്, അഥവാ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഡോപ്പമിൻ്റെ അളവ് കൂടുമ്പോഴാണല്ലോ നമുക്ക് സ്കിസോഫ്രീനിയ വരുന്നത്. അപ്പം ഡോപ്പമിൻ്റെ അളവ് കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ നോർമൽ ബ്രെയിനിൽ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്, അപ്പം ചുറ്റടുത്ത് കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അതൊന്നും നമ്മളൊക്കെ അവഗണിച്ച് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ നോക്കി ജീവിക്കും. പക്ഷേ ഈ ഡോപ്പമിൻ്റെ അളവ് കൂടുമ്പം നമ്മുടെ ഫിൽറ്ററിങ് കപ്പാസിറ്റി നഷ്ടപ്പെടുവാണ്. അപ്പം നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങൾക്കും നമ്മൾ കൂടുതൽ മൂല്യം കൽപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഡെലൂഷൻ ഓഫ് റെഫറൻസ് ഒക്കെ രൂപപ്പെടുന്നത്. അപ്പം ഈ ഡോപ്പമിൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ സ്കിസോഫ്രീനിയ ട്രീറ്റ്മെൻറ്റിൽ പ്രധാനമായിട്ടും ഇൻവോൾവ് ആക്കുന്നത്. പിന്നെ ലഹരിയുടെ ഇൻഫ്ലുവൻസ് എത്രത്തോളം ഉണ്ടായിരിക്കും? ലഹരി ഉപയോഗിക്കുന്ന എല്ലാവരിലും ഈ സ്കിസോഫ്രീനിയ അല്ലെങ്കിൽ സൈക്കോസിസ് വരണമെന്നില്ല. ഓൾറെഡി ജനറ്റിക്കലി പ്രീഡിസ്പോസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് നമുക്ക് ലഹരി ഉപയോഗിക്കുമ്പോഴാണ് സ്കിസോഫ്രീനിയ വരുന്നത്. ഇപ്പോൾ നമ്മുടെ സിന്തറ്റിക് ഡ്രഗ്സായി MDMA, LSD, കനാബിസ്, ക്രിസ്റ്റൽ മെത്ത് ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ പ്രത്യേകം പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ. അതായത് അവർക്ക് ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കാം, അപ്പം ഇങ്ങനെ ചെറിയ ഇലകളൊക്കെ അനങ്ങുവാണെങ്കിൽ ഭയങ്കരമായിട്ട് ശബ്ദം കേൾക്കാം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഉപയോഗിക്കുന്ന സമയത്ത് അവരുടെ ഡോപ്പമിൻ കുറച്ച് കൂടും. അപ്പം ഇനീഷ്യലി അവർക്ക് ആ ഒരു നല്ല ലഹരി കിട്ടും, പിന്നെ ഉപയോഗിക്കുമ്പോൾ പിന്നെ ആ ഒരു ഡോപ്പമിൻ്റെ അളവ് കൂടും. അപ്പം അങ്ങനെ ഓരോ പ്രാവശ്യവും നമ്മുടെ ബ്രെയിനിലേക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുകയാണ്. അപ്പം നമ്മളൊരു ആക്സിഡൻറ്റ് പറ്റുവാണെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ ഒരു ഇഞ്ചുറി ഉണ്ടാവുമല്ലോ, അതേപോലെ ഓരോ പ്രാവശ്യവും ഈ ഡോപ്പമിൻ അളവ് കൂടുന്തോറും ബ്രെയിനിൽ ഓരോരോ ആഘാതം ഏൽക്കുകയാണ്. അപ്പം അവർ മോർ പ്രീഡിസ്പോസ്ഡ് ആയിരിക്കും അടുത്ത പ്രാവശ്യം ഒരു സ്കിസോഫ്രീനിയ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സൈക്കാട്രിക് സിംറ്റംസ് വരാൻ. അപ്പോൾ അതാണ് ലഹരീൻ്റെ ഒരു കാര്യം പറയുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ സ്കിസോഫ്രീനിയ ആൾക്കാർ തന്നെ കൂടുതലായിട്ട് ലഹരി ഉപയോഗിക്കും. കാരണം എന്ന് വെച്ചാൽ പിന്നെ അവർക്കാണെങ്കിൽ ഭയങ്കര ഡിസ്ട്രെസ് ആയിരിക്കും. ഈ ചെവിയിൽ ശബ്ദം കേൾക്കൽ കാര്യങ്ങളൊക്കെ ഭയങ്കര ഡിസ്ട്രെസ് ആയിരിക്കും, ഭയങ്കര ഡിസ്ട്രെസിങ് ആയിരിക്കും അവർക്ക്. വെറുതെ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കൊരു പീസ് ഓഫ് മൈൻഡ് ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ഒരു ശാന്തത കിട്ടാൻ വേണ്ടിയിട്ടും അവർ ഭയങ്കരമായിട്ട് സ്മോക്കിംഗ് യൂസ് ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ ഭയങ്കരമായിട്ട് സിഗരറ്റ് യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പം സ്കിസോഫ്രീനിയ ഇറ്റ്സെൽഫ് നമ്മൾ ലഹരിയിലേക്ക് നയിക്കുന്ന ഒരു അതായത് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഡിസ്ട്രെസ് കൂടിയിട്ട് ലഹരിയിലേക്ക് നയിക്കുന്ന ഒരു ഫാക്ടറായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇവിടെ അതിനകത്തുള്ളൊരു കാര്യം ചോദിച്ചോട്ടെ, അതായത് ഇപ്പം MDMA, LSD, കനാബിസ്, കഞ്ചാവ് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുമ്പോഴും ഇവർ ഈ ഹാലൂസിനേഷൻ, ഡിലൂഷൻസ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ആ ഡ്രഗ് ഉപയോഗിച്ചതിന് ശേഷവും ഇവർക്ക് ഇത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് സൈക്കാട്രിയുടെ ഒരു സിംറ്റം തന്നെ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ലഹരി ഉപയോഗിച്ച് നിർത്തി അതിൻ്റെ ഡ്രഗ്സിൻ്റെ എഫക്റ്റ് ഒരു 1 day 2 day ഒക്കെ നിൽക്കുമായിരിക്കും ചില ഡ്രഗ്സിൻ്റെ. പക്ഷെ അതിന് ശേഷവും ഇവർക്ക് ഇതേപോലെ ഇല്ലാത്ത കാര്യങ്ങൾ കാണുന്നു, ഇല്ലാത്ത കാര്യങ്ങൾ കേൾക്കുന്നു, അങ്ങനെ ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ എന്തായാലും ചികിത്സ എടുക്കണം.
ഇപ്പോൾ LSD പോലത്തെ ഡ്രഗ്സ് ഉപയോഗിക്കുന്നവർ പറഞ്ഞിട്ടുണ്ട് അവർക്കിങ്ങനെ അവർ ഉപയോഗിച്ച് കഴിയുമ്പോൾ അവർക്ക് ഭിത്തിയിൽ നിന്ന് ഇങ്ങനെ എന്തോ സാധനം ഇറങ്ങി വരുന്ന പോലെ ഒരു ഫീലിംഗ് കിട്ടുന്നു, അല്ലെങ്കിൽ ആകാശത്തേക്ക് നോക്കുമ്പോൾ മേഘങ്ങൾ അവരോട് സംസാരിക്കുന്നതായിട്ട് ചിന്തകൾ ഒരു ഫീലിംഗ് കിട്ടുന്നു. അപ്പോൾ അതൊക്കെ ഒരു താൽക്കാലിക ഫീലിങ്സ് ആണ്. അതിപ്പോൾ ഒരു ദിവസം 2 ദിവസമൊക്കെ ചിലപ്പോൾ ചില ഡ്രഗ്സിന് നിൽക്കാം, ക്രിസ്റ്റൽ മെത്തിനൊക്കെ കുറച്ച് ദിവസം നിൽക്കാം. പക്ഷേ അത് കഴിഞ്ഞിട്ടും ഡ്രഗ്സ് നിർത്തി കഴിഞ്ഞിട്ടും അവർക്ക് ഇങ്ങനെ സിംറ്റംസ് വരുവാണെങ്കിൽ നമ്മൾ അതിന് സബ്സ്റ്റൻസ് ഇൻഡ്യൂസ് സൈക്കോസിസ് എന്ന് പറയും. അപ്പം അതൊരു 3 മാസം വരെയാണ് നമ്മൾ ആ ക്രൈറ്റീരിയ പറയുന്നത്. ചില ഗൈഡ് ലൈൻ പ്രകാരം 1 മാസം, ചില ഗൈഡ് ലൈൻ പ്രകാരം 3 മാസം. അതായത് ഈ സബ്സ്റ്റൻസ് നിർത്തിക്കഴിഞ്ഞ് ഒരു 3 മാസത്തേക്ക് ഈ സിംറ്റംസ് വരുവാണെങ്കിൽ സബ്സ്റ്റൻസ് ഇൻഡ്യൂസ് സൈക്കോസിസ് എന്ന് പറയും. ഈ സബ്സ്റ്റൻസ് നിർത്തി 3 മാസം കഴിഞ്ഞും ഈ സിംറ്റംസ് പെർസിസ്റ്റ് ചെയ്യുവാണെങ്കിൽ, നിലനിൽക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് സൈക്കോസിസ് എന്ന് പറയും. അപ്പം എന്തിരുന്നാലും സബ്സ്റ്റൻസ് ഇൻഡ്യൂസ് ആണെങ്കിലും ഇൻഡിപെൻഡൻറ്റ് സൈക്കോസ് ആണെങ്കിലും നമ്മൾ അതിന് ചികിത്സ എടുക്കണം. കാരണം ഈ ലഹരിൻ്റെ എഫക്റ്റ് 1, 2, 3 ദിവസം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ടും അവർ ഇതേപോലെ ഇല്ലാത്ത കാര്യങ്ങൾ കേൾക്കുന്നു, കാണുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തായാലും ചികിത്സ എടുക്കേണ്ട ആവശ്യമാണ്. പ്രത്യേകിച്ച് ഈ മൂഡ് എലൈറ്റഡ് ആക്കുന്ന അല്ലെങ്കിൽ ഡോപ്പമിനൊക്കെ ഒരുപാട് ഹെവി കുറച്ച് റിലീസ്ഡ് ആക്കുന്ന ടുബാക്കോ പോലുള്ള പ്രൊഡക്ട്സുകൾ നിരന്തരം ഉപയോഗിക്കുന്നവർക്ക് ഈ ഒരു അസുഖത്തിലേക്ക് വരാൻ സാധ്യതകളുണ്ടാവുമോ? ടുബാക്കോ പ്രൊഡക്ട്സിന് കമ്പാരിറ്റീവ്ലി സൈക്കോട്ടിക് സിംറ്റംസ് വരാൻ ചാൻസ് കുറവാണ്. മെയിനായിട്ട് പറഞ്ഞ ഈ കനാബിസ്, കഞ്ചാവ്, ക്രിസ്റ്റൽ മെത്ത്, MDMA, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഇടുന്ന കൂള് ഇതൊരു ടുബാക്കോ പ്രൊഡക്റ്റ് ആണ്. മാജിക് മഷ്റൂം കൂള് ടൊബാക്കോ പ്രൊഡക്റ്റ് ആണ്. മാജിക് മഷ്റൂം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് ഈ സൈക്കോട്ടിക് സിംറ്റംസിലേക്ക് നയിക്കുന്ന ലഹരികൾ. ഈ മാജിക് മഷ്റൂം ഒക്കെ ഉപയോഗിക്കുന്ന പല ക്ലയൻസും വന്നിട്ട് പറഞ്ഞ കാര്യമാണ് ഏലിയൻസിനെ കാണാൻ കഴിയുന്നുണ്ട് മുഖത്തൊക്കെ. ഇപ്പം ഒരു കൗൺസിലർ അല്ലെങ്കിൽ ഡോക്ടറിനെ കാണുമ്പം ഡോക്ടറിന്റെ മുഖം ഒരു സൈഡ് ഏലിയൻ്റ് ആയിട്ടും ഹ്യൂമനായിട്ടും ഒക്കെ കാണുന്നുണ്ടെന്ന് കഴിയുന്നുണ്ട്. അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഒരുപക്ഷെ അത് മാറാൻ സാധ്യത ഉണ്ടോ, അത് പെർസിസ്റ്റ് ചെയ്യുമായിരിക്കും? ഇല്ല, എന്നുവെച്ചാൽ ഈ നമുക്ക് മാജിക് മഷ്റൂമിനും ഒരു കാലയളവ് വരെയാണ് അതിന്റെ എഫക്റ്റ് ഉണ്ടാവുക. അത് ഡ്രഗ് എഫക്റ്റ്, അതായത് ഡ്രഗ്സ് ബോഡിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്ത് പോകുന്ന വരെ നമുക്ക് ബ്രെയിനിൽ ആ ചേഞ്ചസ്, അതായത് ആ ഡ്രഗ്സ് ഉണ്ടാക്കുന്ന ചേഞ്ചസ് നിലനിൽക്കും. ആദ്യം കാണുന്ന മുന്നറിയിപ്പ് ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും? ആദ്യം കാണുന്ന ലക്ഷണം എന്ന് വെച്ചാൽ അതിനെ പ്രോഡ്രോം ഫേസ് എന്ന് പറയും. അപ്പം അതായത് ഇനീഷ്യലി അവർക്ക് ശ്രദ്ധക്കുറവായിരിക്കും. അവർക്ക് ജോലി ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റില്ല. ഇപ്പം നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്കാണെങ്കിൽ നന്നായി പഠിക്കാൻ പറ്റുന്നില്ല, പുറത്ത് പോയി ഫുട്ബോൾ കളിക്കുന്നില്ല, അവർ സോഷ്യൽ ഇൻട്രാക്ഷൻ കുറഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഭയങ്കര അശ്രദ്ധ, എല്ലാ കാര്യങ്ങളിലും അശ്രദ്ധ പുലർത്തുന്നു, അങ്ങനെ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റാത്തൊരവസ്ഥ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ അവർക്ക് പേഷ്യൻ്റെ സ്ഥാനത്ത് നോക്കുവാണെങ്കിൽ അവർക്ക് എന്തോ ഒരു എൻവയോൺമെൻറ്റിൽ എന്തോ ഒരു ചേഞ്ച് ഉണ്ടായിട്ടുള്ളതായിട്ട് തോന്നും. എന്തൊക്കെയോ ഒരു ചുറ്റുവട്ടത്ത് നടക്കുന്നുണ്ട്, പക്ഷേ എന്തൊക്കെയോ മാറ്റം സംഭവിക്കുന്നുണ്ട്, പക്ഷേ അവർക്ക് എന്താണെന്ന് പറയാനറിയില്ല. പിന്നെ അത് പതിയെ അവർക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ 2-3 ആൾക്കാരൊക്കെ സംസാരിക്കുമ്പം അവരെ പറ്റി പറയുന്നു, അവരെ നിരീക്ഷിക്കുന്നു, അങ്ങനെ റെഫറൻഷ്യൽ ഡെലൂഷൻസ് ഉത്ഭവിച്ചു തുടങ്ങും. പിന്നെയാണ് പെർസിക്യൂട്ടറിയിലൊക്കെ പോവാറ് സാധാരണഗതിയിൽ. പക്ഷേ ചില ആൾക്കാർക്ക് ആദ്യമേ പെർസിക്യൂട്ടർ ഡെലൂഷൻ, അതായത് ആരോ ആളെ ഉപദ്രവിക്കാൻ വരുന്നു, കൊല്ലാൻ വരുന്നു എന്നുള്ള ചിന്ത ആദ്യമേ വരാറുണ്ട്. പല ആൾക്കും വ്യത്യാസപ്പെട്ടിട്ടാണ് വരാറ്. എന്നിരുന്നാലും മെയിനായിട്ട് അവർക്കറിയാം എൻവയോൺമെൻറ്റിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്, അവരുടെ കൺട്രോളിലല്ല കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളൊരു ചിന്ത അവർക്കിങ്ങനെ പതുക്കെ. അതെ, മെയിനായിട്ട് തുടങ്ങി അങ്ങനെയാണ് നമ്മൾ കണ്ടു തുടങ്ങുന്നത്. സമൂഹത്തിൽ പലരും, ഒരു നല്ല ശതമാനം ആളുകളും ഇങ്ങനെയുള്ള സ്കിസോഫ്രീനിയ പോലെയുള്ള അസുഖമുള്ള ആളുകളെ ഒരുപാട് ഭയപ്പെടുന്നുണ്ട്. അതിൻ്റെ ആവശ്യകത ഉണ്ടോ, അല്ലെങ്കിൽ അവരെ അതിന് പകരം ചേർത്ത് നിർത്തുകയാണോ വേണ്ടത്? അവരെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അവരെ എങ്ങനെ മനസ്സിലാക്കാം, ഇനി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരെ എങ്ങനെയാണ് നമ്മൾ അവരെ ചേർത്ത് പിടിക്കേണ്ടത് എന്നുള്ളതെന്ന് പറയാമോ? എല്ലാ സ്കിസോഫ്രീനിയ പേഷ്യൻസും അപകടകാരികളല്ല. കാരണം അറ്റ് ദ ഏർലിസ്റ്റ് മരുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നല്ല രീതിയിൽ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ഈ പറയുന്ന പോലെ പെർസിക്യൂട്ടഡ് ഡെലൂഷൻ, അതായത് ആരോ അവരെ ഉപദ്രവിക്കാൻ വരുന്നു, കമാൻഡ് ഹാലുസിനേഷൻ, അതായത് അത് ചെയ്യുന്നുള്ള കമാൻഡ് കൊടുക്കുന്ന, ചെവിയിൽ മുഴങ്ങി കേൾക്കുന്ന ശബ്ദങ്ങളുള്ളവർ, അല്ലെങ്കിൽ ഇൻസൈറ്റ് കുറവുള്ള, അതായത് രോഗത്തെക്കുറിച്ചുള്ള അവബോധം കുറവുള്ളവർ, അല്ലെങ്കിൽ മരുന്ന് മുടക്കുന്നവർ, ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവർ, ഇങ്ങനെയുള്ള ആൾക്കാർ സ്കിസോഫ്രീനിയ ഉള്ള ആൾക്കാർക്ക് ഇതേപോലെ അവരപകടകാരികളാണ്. അവരെ നമ്മൾ പിന്നെ കുറച്ച് ശ്രദ്ധിക്കണം. പക്ഷേ അതല്ലാതെ ഏറ്റവും നേരത്തെ ചികിത്സ എടുത്തിട്ട് അത് കണ്ടിന്യൂ ചെയ്ത് കഴിച്ചുകൊണ്ട് നല്ല ഫോളോ അപ്പിനൊക്കെ വരുന്ന ആൾക്കാർ, അവരുടെ ജോലിയും അവരുടെ പഠിത്തമൊക്കെ നന്നായിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാർ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ അവർ ഒരു നോർമൽ ആളെ പോലെ തന്നെ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പം മരുന്നിൽ കൺട്രോൾഡ് ആണെന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അപ്പം സ്കിസോഫ്രീനിയ ബാധിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു റിക്കവറിക്ക് കുടുംബത്തിൻ്റെ പങ്കെത്രത്തോളമാണ്. ഇപ്പം ഒരുപാട് ആകുലതകൾ അവർക്കുണ്ടാവും. അതായത് ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ ഇവർ സൂയിസൈഡ് ചെയ്യുമോ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇത് ഹാമാണോ, അല്ലെങ്കിൽ ഹാം ടു അതേഴ്സ് അല്ലെങ്കിൽ ഹാം ടു സെൽഫ് എന്ന് പറഞ്ഞൊരു കാര്യം ഇവർക്ക് നന്നായിട്ട് ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ കുടുംബത്തിനകത്ത് ഉള്ളവർക്ക് ഇതിനെ എങ്ങനെയാണ് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും? ഒരു മാനേജ്മെൻറ്റ് സ്കില്ല് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അവരിലേക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും? ഫാമിലീൻ്റെ ഇൻവോൾവ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാലോ, ഡോക്ടേഴ്സ്, സൈക്കോളജിസ്റ്റ് ആരാണെങ്കിലും അവർ കുറച്ച് നാളത്തേക്ക് പേഷ്യൻറ്റിനെ കാണുന്നുള്ളൂ. ഫാമിലിയാണ് അവരുടെ കൂടെ താമസിക്കാൻ പോകുന്നത്.
അപ്പം ഫാമിലി തന്നെയാണ് ഏർലി ഈ സിംറ്റംസ് പിക്ക് ചെയ്ത് നമ്മുടെ അടുത്ത് കൊണ്ടുവരുന്നതും, അതായത് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നതും, പിന്നെ ഇവിടുന്ന് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആകുമ്പോൾ അവരുടെ കൂടെ നിൽക്കുന്നത്, പിന്നെ ഡിസ്ചാർജ് ആകുമ്പം അവരെ ഫോളോ അപ്പിന് കൊണ്ടുവരുന്നത്, കറക്റ്റായിട്ട് മരുന്ന് കഴിപ്പിക്കുന്നത്, അവരെ മൊത്തത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന അവരുടെ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്തു കൊടുക്കുന്ന ഫാമിലിയാണ്. അപ്പോൾ ഫാമിലിക്കാണ് ഇതിൻ്റെ മെയിൻ റോൾ ഉള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഫാമിലീൻ്റെ ഹെൽത്തും കൂടെ നമ്മൾ നോക്കണം. അതായത് കൂടെ നിൽക്കുന്ന ബൈസ്റ്റാൻഡേഴ്സും എത്രമാത്രം അവർക്ക് എത്രമാത്രം സഹനശേഷി ഉണ്ടെന്നുള്ള കാര്യവും നമ്മളിതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പം നമുക്കിതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ഫാമിലി കൗൺസിലിംഗ് ഉണ്ട്. നമുക്കത് എങ്ങനെ നമുക്ക് ഫാമിലിനെ നമുക്ക് പറഞ്ഞു കൊടുക്കാം, എങ്ങനെ ഈ പേഷ്യൻറ്റിനെ നമുക്ക് ഡെയിലി ആക്ടിവിറ്റി എങ്ങനെ ഇൻവോൾവ് ആക്കാം, അവരുടെ സോഷ്യൽ സ്കിൽസ് എങ്ങനെ ട്രെയിൻ ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊരു ഡെയിലി ആക്ടിവിറ്റി ഷെഡ്യൂൾ കൊടുക്കാം. അപ്പോൾ അതിനനുസരിച്ച് പോകുന്നുണ്ടോ എന്നുള്ള കാര്യം ഫാമിലിനോട് മോണിറ്റർ ചെയ്യാൻ പറയാം. അപ്പോൾ അങ്ങനെ നമുക്ക് ഫാമിലീനെ കുറച്ചും കൂടെ നമ്മുടെ രീതിയിലായിട്ട് നമ്മൾ തന്നെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ നന്നായിട്ട് കൃത്യമായ രീതിയിൽ ഒരു സൈക്കോ എഡ്യൂക്കേഷൻ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അവരെ മാനേജ് ചെയ്യാനായിട്ട് കഴിയും. അതെ. അതേപോലെ തന്നെ സ്കിസോഫ്രീനി എന്ന് പറഞ്ഞ അസുഖം ചികിത്സിക്കാനാകുന്നതാണോ, അല്ലെങ്കിൽ രോഗികൾക്ക് സാധാരണ ജീവിതം സാധ്യമാണോ? സ്കിസോഫ്രീനിയ പേഷ്യൻസിൽ ഒരു 20 to 40% ആൾക്കാർക്കും പൂർവ്വ ജീവിതത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ബാക്കി ഒരു 30 to 40% ആൾക്കാർക്ക് അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ മരുന്ന് അത്യാവശ്യമായിട്ട് കഴിക്കണം. മരുന്നിലാണ് അവർ കൺട്രോളായിട്ടുണ്ടാവുക. പക്ഷേ അവർക്ക് പൂർവ്വസ്ഥിതിയിലെ കാര്യങ്ങൾ അത്രയും സ്കിൽഡായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും അവർക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ബാക്കി ഒരു 40% ആൾക്കാർക്കും എന്താ പറ്റുകയെന്ന് വെച്ചാൽ അവർക്ക് ഒരാളുടെ സഹായമില്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല. അവിടെ ഇതിൻ്റെ മാനേജ്മെൻറ്റ് എങ്ങനെയായിരിക്കും? നമുക്ക് ഇങ്ങനെയുള്ള ഒരു സൈക്യാട്രിക് അല്ലെങ്കിൽ ഒരു സൈക്കോട്ടിക് ഫീച്ചേഴ്സ് ഉള്ള സ്കിസോഫ്രീനിയയിലേക്ക് വന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് നമുക്ക് ഒരു ക്ലിനിക്കൽ ലെവലിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മാനേജ്മെൻറ്റ് ഏതൊക്കെ തരത്തിലാണ്? സ്കിസോഫ്രീനിയ പേഷ്യൻസിൻ്റെ മാനേജ്മെൻറ്റ് 3 രീതിയിലായിട്ട് തിരിക്കുന്നുണ്ട്. അക്യൂട്ട് ഫേസ്, സ്റ്റെബിലൈസേഷൻ ഫേസ്, മെയിൻ്റനൻസ് ഫേസ്. അതായത് അക്യൂട്ട് ഫേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യൻറ്റ് ഭയങ്കര ബഹളം കൂട്ടി അജിറ്റേറ്റഡ് ആയിട്ട് നല്ല ഫുൾ ഫ്ലഡ്ജ് സൈക്കോസ് ആയിട്ട് വരുന്ന സമയത്ത്, സ്കിസോഫ്രീനിയ സിംറ്റംസ് ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഇഞ്ചക്ഷനായിട്ട് ആൻറ്റിസൈക്കോട്ടിക് മരുന്നുകളൊക്കെ കൊടുക്കും. നമുക്ക് റീസ്ട്രെയിൻ ചെയ്യേണ്ടി വരും, കൺസേണോടുകൂടി റീസ്ട്രെയിൻ ചെയ്യേണ്ടി വരും. പിന്നെ നമ്മൾ അതിൻ്റെ രീതിയിലായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയാണ്. കാരണം അക്യൂട്ട് ഫേസിലാണ് പേഷ്യൻ്റ് കൂടുതൽ സൂയിസൈഡാലിറ്റിയും കൂടുതൽ റിസ്ക് ഉള്ള ഒരു സമയം. പിന്നെ ഉള്ളത് സ്റ്റെബിലൈസേഷൻ ഫേസ്. സ്റ്റെബിലൈസേഷൻ ഫേസ് എന്ന് വെച്ചാൽ പേഷ്യൻ്റ് അഡ്മിറ്റ് ആയിട്ട് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പതിയെ ഓറൽ ടാബ്ലറ്റ് ഇനീഷ്യലി തുടങ്ങിയിട്ടുണ്ടാവും. പാരൻട്രൽസ്, അതായത് ഇഞ്ചക്ഷൻസ് ഒക്കെ നിർത്തിയിട്ട് ഓറൽ ടാബ്ലറ്റ്സുകൾ കണ്ടിന്യൂ ചെയ്യും. രണ്ടാമത്തെ ഫേസാണ് സ്റ്റെബിലൈസേഷൻ ഫേസ്. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ നമ്മുടെ ഇഞ്ചക്ഷൻസിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. അത് വല്ലപ്പോഴേ വരുന്നുള്ളൂ. നമ്മൾ ഓറൽ ടാബ്ലറ്റ്സ് കണ്ടിന്യൂ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ആളുടെ കൂടെ നിൽക്കുന്ന കെയർ ടേക്കേഴ്സിനെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി ഇതിനെക്കുറിച്ചുള്ള ഈ ഒരു അസുഖത്തെക്കുറിച്ച് കൂടുതൽ അവബോധം കൊടുക്കും. പിന്നെ ഉള്ളത് മെയിൻ്റനൻസ് ഫേസ്. മെയിൻ്റനൻസ് ഫേസിൽ നമ്മൾ പേഷ്യൻ്റ് ഡിസ്ചാർജ് ആക്കിയിട്ട് കറക്റ്റായിട്ട് ഫോളോ അപ്പിന് വരാൻ പറയും. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പം ഒരു മാസത്തിലൊരിക്കൽ എടുക്കേണ്ട ഇഞ്ചക്ഷൻസ് ഒക്കെ കൊടുക്കും. കാരണം വല്ലപ്പോഴും അവർ മെഡിസിൻ മുടക്കിയാൽ ആ മരുന്നിൻ്റെ അളവ് ബ്ലഡിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഇഞ്ചക്ഷൻസ് ഒക്കെ കൊടുക്കും. അതാണ് സ്റ്റെബിലൈസേഷൻ ഫേസ്. ഇതാണ് ഫേസുകൾ. ഇപ്പോൾ നമ്മളുടെ ചികിത്സാ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഫാർമക്കോളജികളുണ്ട്, മരുന്നുകളുണ്ട്. നോൺ ഫാർമക്കോളജിക്കൽ, അതായത് സൈക്കോ തെറാപ്പി ഉണ്ട്. പിന്നെ റീഹാബിലിറ്റേഷൻ ഉണ്ട്. പിന്നെ ന്യൂറോ മോഡുലേഷൻ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ECT പോലത്തെ ഷോക്ക് ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പം ഇതിൽ എല്ലാം ഇൻഡിക്കേറ്റഡ് അല്ല. അപ്പോൾ നമ്മൾ ഓരോ പേഷ്യൻ്റ് പ്രൊഫൈൽ അനുസരിച്ച് നമ്മൾ ഏത് പേഷ്യൻ്റാണ് ഏതാണ് ഇൻഡിക്കേറ്റഡ് അനുസരിച്ച് വേണം നമ്മൾ ചെയ്യാൻ. അപ്പം ഫസ്റ്റ് വൺ ഫാർമക്കോളജിക്കൽ, അതായത് ഓറലി നമ്മൾ കൊടുക്കുന്നത് വെച്ചാൽ നമുക്കറിയാലോ നമ്മുടെ ഡോപ്പമിൻ്റെ അളവ് കൂടിയിട്ടാണല്ലോ ഈ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ ഡോപ്പമിൻ്റെ അളവ് കുറയ്ക്കാനുള്ള മരുന്നുകൾ കൊടുക്കും. അത് ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ ആൻറ്റിസൈക്കോട്ടുകൾ കുറേ ഉണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ നോൺ ഫാർമക്കോളജിക്കൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം എന്താ വെച്ചാൽ പേഷ്യൻ്റെ സിംറ്റംസ് ഒക്കെ കുറഞ്ഞു, പക്ഷെ എന്നാലും ആളുടെ ജീവിതത്തോട് എങ്ങനെ അതായത് ജീവിത സാഹചര്യങ്ങളോട് എങ്ങനെ നമുക്ക് അതിന് ജീവിക്കാന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ് നോൺ ഫാർമക്കോളജിക്കൽ. അതിലുണ്ട് സോഷ്യൽ സ്കിൽ ട്രെയിനിങ് ഉണ്ട്. അതായത് നമുക്ക് ആ പേഷ്യൻറ്റിന് ഇപ്പം സ്കിസോഫ്രീനിയ വന്ന ഒരു 30-40% ആൾക്കാർക്കും ചെറിയ രീതിയിലുള്ള കോഗ്നിറ്റീവ് ഡിക്ലൈൻ, അതായത് നമുക്ക് പണ്ടത്തെ അത്രയും നല്ല സ്മാർട്ട് വർക്ക് ചെയ്യാനുള്ള കഴിവ് കുറവായിരിക്കും അവർക്ക്. അപ്പം അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ അവരുടേതായിട്ടുള്ള കഴിവുകൾ ഉപയോഗിച്ച് അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതായത് അവർക്ക് ഒരു സ്വന്തമായിട്ട് ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള എന്തൊക്കെ ജോലി ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സോഷ്യൽ സ്കിൽ ട്രെയിനിങ് ഉണ്ട്. അതുപോലെ വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാമിലി തെറാപ്പിയിൽ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഫാമിലി കൗൺസിലിംഗ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ബൈസ്റ്റാൻഡേഴ്സ് ആണല്ലോ അവരുടെ കൂടെ താമസിക്കേണ്ടത്, ഫാമിലി മെമ്പേഴ്സ് ആണല്ലോ അവരോട് താമസിക്കേണ്ടത്. അപ്പോൾ നമ്മൾ അവരെ പറഞ്ഞ് അവർക്കും അവബോധം കൊടുക്കുകയാണ്. പിന്നെ ഉള്ളതാണ് ന്യൂറോ മോഡുലേഷൻ ടെക്നിക്സ്. അതായത് ഭയങ്കര അജിറ്റേറ്റഡ് ആയിട്ടുള്ള സിവിയർ സൈക്കോട്ടിക്കുള്ള പേഷ്യൻസ്, സിവിയർ ആയിട്ടുള്ള പ്രശ്നങ്ങളുള്ള പേഷ്യൻസ്, ഭയങ്കര അജിറ്റേഷൻ കാണിക്കുന്ന പേഷ്യൻസ്, ഹൈ സൂയിസൈഡൽ റിസ്ക് ഉള്ള പേഷ്യൻസിനൊക്കെ നമുക്ക് ECT ഇൻഡിക്കേറ്റഡ് ആണ്. അത് പേഷ്യൻ്റ് പ്രൊഫൈൽ അനുസരിച്ച് ഡോക്ടേഴ്സ് അതിന് പ്ലാൻ ചെയ്യും. ഇപ്പോൾ ഈ രോഗത്തെ കുറിച്ചുള്ള ഒരു സോഷ്യൽ സ്റ്റിഗ്മ ഇപ്പം പെർസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിനെ റിഡ്യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഈ സമൂഹത്തോട് മാഡത്തിന് പറയാനുള്ള എന്തൊക്കെയാണ് അവർക്ക് നൽകാൻ പറ്റുന്ന ഒരു മെന്ററിങ്? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ സ്കിസോഫ്രീനിയ ഒരു മാനസിക രോഗം തന്നെയാണ്. എല്ലാ മെഡിക്കൽ ഇൽനെസ്സിനെയും പോലെ ചികിത്സ ആവശ്യമുള്ള ഒരു അസുഖമാണ്.
അപ്പോൾ നമ്മൾ ഇപ്പം ഷുഗർ പേഷ്യൻസിന് ഇൻസുലിൻ വേണ്ട പോലെ തന്നെ സ്കിസോഫ്രീനിയ പേഷ്യൻസിന് മരുന്നില്ല, അത് ചികിത്സിച്ച് ഭേദാക്കാൻ പറ്റില്ല. അപ്പം അറ്റ് ദ ഏർലിസ്റ്റ് നമ്മൾ ചികിത്സയ്ക്ക് വരുവാണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ അവരുടെ ജീവിതവും വിവാഹ ജീവിതവും പിന്നെ ജോലിയും ഒക്കെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പം സ്കിസോഫ്രീനിയ ആൾക്കാരെ നമ്മൾ അവഗണിക്കുകയും ഒഴിവാക്കുകയല്ല ചെയ്യേണ്ടത്, നമ്മൾ അവരെ പിന്തുണയ്ക്കുകയും അവരെ കരുതുകയാണ് ചെയ്യേണ്ടത്. മാഡം, ഈ ഒരു അസുഖത്തെ കൃത്യമായ രീതിയിൽ ചികിത്സിച്ചില്ലെങ്കിൽ ഇതിന്റെ ഒരു ഫ്യൂച്ചർ എന്തായിരിക്കും? ചികിത്സ എടുക്കാത്ത സ്കിസോഫ്രീനിയ പേഷ്യൻസ് മെയിനായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു കോംപ്ലിക്കേഷനാണ് സൂയിസൈഡ് എന്ന് പറയുന്നത്. അതായത് അവർക്ക് ആ ഡിസ്ട്രെസ് ഭയങ്കര കൂടുതലാകുമ്പോൾ അവർക്ക് ജീവിക്കേണ്ട എന്നുള്ളൊരു ചിന്ത വന്നവർ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ ചെവിയിൽ ശബ്ദം കേൾക്കുന്നതിന്റെ ഭാഗമായിട്ട് അവർ പോയി ആത്മഹത്യ ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ രണ്ടാമത്തെ കോംപ്ലിക്കേഷനാണ് ഇവർ സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്നത്. അതായത് ഇവർക്ക് ഈ ഡിസ്ട്രെസ് ഭയങ്കരമായിട്ട് വരുമ്പം അവർക്ക് ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് അവർ സബ്സ്റ്റൻസ് യൂസ് ചെയ്യും. പിന്നെ മൂന്നാമത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ സൊസൈറ്റിയിൽ നിന്ന് ഉൾവലിഞ്ഞ് പോകും. അവർക്ക് അവരുടെ ഡെയിലി കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെടും. അപ്പോൾ അവർക്ക് അവരുടെ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ഇത് ചികിത്സിച്ചില്ലെങ്കിൽ കോമോർബിഡ് ആയിട്ട് ഇവർക്ക് വേറെ സൈക്കാട്രിക് അസുഖങ്ങൾ വരാം. അതായത് ആങ്സൈറ്റി, ഡിപ്രഷൻ, OCD അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവർക്ക് ഇതിന്റെ കൂടെ വരാം. ശരിയായ ചികിത്സയും കുടുംബത്തിന്റെ പിന്തുണയും സമൂഹത്തിന്റെ മനസ്സിലാക്കലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ഈ അസുഖത്തിൽ വീണ ആളുകളെ നമുക്ക് തീർച്ചയായിട്ടും പഴയ ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അതിനുവേണ്ടി നമുക്ക് അവരെ മനസ്സിലാക്കാം. അവരനുഭവിക്കുന്ന വേദനകളും യാതനകളും വലുതാണ്. അവരെ നമുക്ക് ചേർത്ത് പിടിക്കാം, വിധിക്കാതെ മാറ്റി നിർത്താതെ നമുക്ക് അവരെ ഒരുമിച്ച് ചേർത്ത് പിടിക്കാം. അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ചുറ്റുപാടും ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ട കൃത്യമായ ചികിത്സാ രീതികൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അവരെ സമൂഹത്തിന് മുമ്പിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ നമുക്ക് തന്നെ ഒന്ന് ശ്രമിക്കാം. ഇന്ന് ഈ ഒരു ദിവസത്തിൽ ഈ ഒരു അസുഖത്തെ പറ്റി ഇത്രയും നല്ലതുപോലെ ക്ലാരിറ്റി നൽകിയ ഡോക്ടർ ജസ്നയോട് നന്ദി അറിയിക്കുന്നു. താങ്ക് യു. പ്രത്യേകിച്ച് നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെയുള്ള അസുഖം ആരെങ്കിലും ഉണ്ടെങ്കിൽ ശാലോം ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെടുക. കൃത്യമായിരിക്കുന്ന ചികിത്സാ രീതിയിലൂടെ അവർക്കൊരു ജീവിതം കൊടുക്കാനായിട്ട് കഴിയും. താഴെ നൽകുന്ന നമ്പറിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. 24 മണിക്കൂറും നമ്മുടെ ഈ ഹോസ്പിറ്റലിന്റെ സേവനം നമുക്ക് ലഭ്യമാണ്. താങ്ക് യു.